കിഴക്കൻ മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളും കർഷകരുമായ സാധാരണക്കാരുടെ ഏക ആശ്രയമായ ആര്യങ്കാവ് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പേരിന് മാത്രമെന്ന് CPI നേതാവ് KG ജോയ് ആരോപിച്ചു. പഞ്ചായത്ത് ആസ്ഥാനമായ കഴുതുരുട്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉച്ചവരെ മാത്രമാണ്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന രോഗികൾ ഡോക്ടർ ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ പേര് KG ജോയ്. ഞാൻ ആനച്ചാടിയിൽ താമസിക്കുന്ന ആളാണ്. ഒരു 54 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തി പോകുന്ന ഒരാളും കൂടാണ്. 1969 നമ്മുടെ ആര്യങ്കാവ് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 72 സഖാവ് TC നരിയാരത്ത്, അന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ. ഞാൻ കൊല്ലത്ത് നിന്ന് കളക്ടറെ കണ്ട് ഓർഡർ വാങ്ങി നമ്മുടെ കഴുതുരുട്ടിയിൽ ഗവൺമെൻറ് ഡിസ്പെൻസറി ആരംഭിച്ചു. ആ ഡിസ്പെൻസറിയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അന്ന് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. അതിനുശേഷം ഇത് ദിവസവും ഡോക്ടർമാരുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞ് ഡോക്ടർമാരില്ല. ഈ തൊഴിൽ അന്ന് ഇവിടെ VVMS ആശുപത്രി മറ്റുമൊക്കെ കൊണ്ടുവന്ന് മറ്റു സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ സൗകര്യങ്ങളില്ല. ഇന്ന് VVMS ആശുപത്രി പൂട്ടി, തോട്ടത്തിലെ എല്ലാ സർവ്വ ആരോഗ്യ കേന്ദ്രങ്ങളും പൂട്ടി. ഈ ഒരെണ്ണത്തിനെ വേണം ആശ്രയിക്കാൻ. വൈകുന്നേരത്തൊന്നും സുഖമില്ലാതെ ആർക്കെങ്കിലും വന്നാൽ ഉച്ച കഴിഞ്ഞൊന്ന് മാറിയാൽ വലിയ വിഷയങ്ങളാണ്. എനിക്ക് തന്നെ സുഖമില്ലാതായിട്ട് ഈ ആശുപത്രി വന്നിട്ട് ഡോക്ടർമാരില്ല. പുനലൂർ പോയി അവിടെ ചെന്ന് ആകപ്പാടെ വിഷയമായി കഷ്ടിച്ച് ദൈവാധീനം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അമ്പനാട്ടെ നവാസ് തിരുവനന്തപുരത്തായിരുന്നു കൊണ്ടുവന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് ഇരുന്നിരിപ്പിൽ നെഞ്ചുവേദന ഉണ്ട്. ഇവിടെ കൊടുത്തു ഒന്നും നോക്കാനൊരു ഡോക്ടറില്ല. ഒരു 2-2:30 മണിയോടെ. അങ്ങനെ എത്ര കേസുകൾ. ഞാനിപ്പോൾ 1-2 പേര് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഇവിടെ തൊഴിലാളികളുടെ ഈ ചികിത്സയ്ക്ക് സൗകര്യമായ തരത്തിലുള്ള പ്ലാന്റേഷൻ ആക്ട് അനുസരിച്ചുള്ള ചികിത്സ പോലും കമ്പനി മാനേജ്മെൻറ്റ് കൃത്യമായി കൊടുക്കുന്നില്ല. അതിനുള്ള സ്ഥാപനങ്ങൾ അവിടെ ഇല്ല. ഉണ്ടായിരുന്നത് അവർ പൊളിച്ചു കെട്ടി അവരുടെ ലാഭത്തിന് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വേണ്ടത് ഈ കഴുതുരുട്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ 3 വൈകുന്നേരം വരെ തീർച്ചയായും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണം. അതൊക്കെ അതിൻ്റെ സമയമൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പകൽ മൊത്തം എങ്കിലും നിർബന്ധമായും സേവനം ഉണ്ടാകണം. ജനങ്ങളെ രക്ഷിക്കണം. അതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോടെയും ഇതിന് ശ്രദ്ധിക്കപ്പെടേണ്ട ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ള വിവരങ്ങൾ വളരെ ഖേദത്തോടു കൂടി ഇവിടെ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സഖാവ് നരിയാരത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് ഈ ആശുപത്രി ഇവിടെ കൊണ്ടുവരാൻ പരിശ്രമിച്ചത്. ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയെങ്കിലും ഈ ഭരണസമിതി തയ്യാറാകണമെന്ന് അവരോടെയും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായി ഈ ജനങ്ങൾ ഇത് കാണും. ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി എന്നെപ്പോലുള്ള ഈ നാട്ടുകാരെ ഇറങ്ങിത്തിരിക്കേണ്ടതും വരും. ഇതൊരു ഭീഷണിയോ വേറൊന്നുമല്ല. ഇത് നടത്തിയെടുക്കണം. നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്, പ്രധാന ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ആരുടെയും ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉള്ളതല്ല എന്നുകൂടി വളരെ താഴ്മയോടെ ഞാൻ ഈ നാട്ടുകാരോട് പറയുക, ബന്ധപ്പെട്ട അധികാരികളോടും പറയുക. ഈ ഡോക്ടർമാരുടെ സേവനം അടിയന്തരമായി നടപ്പാക്കി തരാനുള്ള നടപടി സ്വീകരിക്കണം. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ബോർഡിൽ മാത്രം ഒതുങ്ങുകയാണെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ ഇടപെടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്.